ജോലിക്കിറങ്ങിയപ്പോൾ സ്വല്പം ലേറ്റായി. ട്രെയിൻ കിട്ടുമെന്ന് ഓർത്തില്ല. ഓടി വന്നപ്പോൾ ട്രെയിൻ കിട്ടി. സ്വല്പം ട്രെയിൻ ലേറ്റായിരുന്നു. നേരത്തെ ബൈക്കിനാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഹൈവേ പണികൾ നിൽക്കുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും ബൈക്കിൽ തന്നെ പോകാൻ വാശിയായിരുന്നു എപ്പോഴും. ബൈക്കിൽ പോകാൻ ഇഷ്ടം. അങ്ങനെയൊക്കെ ഒരിക്കൽ തിരുപ്പതി പോകാൻ ഇത് വന്നു, ഓഫർ വന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് തിരുപ്പതി പോയി. പെട്ടെന്നായതുകൊണ്ട് ടിക്കറ്റ് ഇടാൻ പാടാതെ ടിക്കറ്റൊക്കെ കിട്ടി. യാത്ര ചെയ്യുന്നു. അവനെ കണ്ട് തൊഴുത് വന്നപ്പോഴാണ് ട്രെയിൻ യാത്ര സുഖം മനസ്സിലാക്കിയത്. പിറ്റേ ആഴ്ച തൊട്ട് ട്രെയിൻ കയറാൻ തുടങ്ങി ജോലിക്ക് എറണാകുളത്തേക്ക്. ഒരു പ്രാവശ്യം ഗുരുവായൂർ പോകണമെന്ന് ആഗ്രഹം. പണ്ട് ഗുരുവായൂർ പോകാനൊക്കെ മടിയായിരുന്നു. കാരണം ഒട്ടും മണ്ടയില്ല എനിക്ക്. മണ്ടയില്ലാത്തതുകൊണ്ട് മുണ്ടൊക്കെ കൊടുക്കാൻ ഒരു പാടായിരുന്നു. മുണ്ടൊക്കെ അറിയാമോ സത്യം പറഞ്ഞാൽ. ഗുരുവായൂർ പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഷർട്ടൊക്കെ വരണം മണ്ടയില്ലാത്തതുകൊണ്ട് ഇത് കളിയാക്കുമായിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വണ്ണമൊക്കെ ഉണ്ട്. വണ്ണം കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗുരുവായൂർ തലേദിവസം പോകാമെന്ന് ഓർത്തത്. അപ്പോൾ ഇൻ്റർസിറ്റി ഉണ്ട്. പക്ഷെ നടന്നില്ല. രാവിലെ കൊച്ചിനൊക്കെ ഉണർത്തി പോയപ്പോൾ താമസിച്ചു. ഏറനാട് ഇവിടുന്ന് പോയി. ഏറനാടുന്ന് ഇവിടുന്ന് നമ്മൾ ചെന്നപ്പോൾ തൃശ്ശൂർ ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് KSRTC എപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് കയറി ഗുരുവായൂർ ചെന്നു. ഭയങ്കര തിരക്ക്. ഞാനോർത്തു പോകാൻ പരീക്ഷിക്കുകയായിരിക്കും. എപ്പോഴും വന്നിട്ട് ഞാൻ പുറത്ത് നിൽക്കാറില്ല, അകത്ത് കയറാറില്ല. അതുകൊണ്ടായിരിക്കും എന്ന് ഓർത്ത്. അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ വഴിപാട് എടുത്താൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വഴിപാട് അപ്പോൾ അങ്ങനെ വഴിപാട് ബുക്ക് ചെയ്തപ്പോൾ പുറകെ കൂടി കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര റേറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏലം മറക്കുന്ന എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. കുഞ്ഞുണ്ണിയുണ്ട്. കുഞ്ഞുണ്ണി ഇത്തിരി ഇതായിട്ട് മൂടെ പോയി തുടങ്ങി. പക്ഷേ തൊഴുത്തിട്ട് നടന്നപ്പോഴാണ് കാണുന്നത് ക്യൂ പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് നോക്കുന്ന ക്യൂ നിന്ന് നോക്കാൻ കാണാൻ പറ്റിയല്ല. ഉച്ച സമയമായിരുന്നേ. ഉച്ച സമയമായപ്പോൾ ഒരു പ്രതീക്ഷ കാണാൻ പറ്റും. മനസ്സിലായി പറയുന്ന പോലെ അവനെ കാണാൻ പറ്റും, അവനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ക്യൂ പെട്ടെന്ന് മൂവായി തുടങ്ങി. നല്ല ക്യൂ അറിയാമല്ല. പക്ഷേ നല്ല ഭംഗിയായിട്ട് അവനെ തൊഴാൻ പറ്റി. അതായിരുന്നു ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഭക്ഷണം കാണിക്കണമല്ലോ. അവിടെ ഇഷ്ടംമാതിരി കടകളുണ്ട്. നല്ല സദ്യ ഉണ്ട്. അപ്പോൾ തിരിച്ച് ബസ്സിന് കയറി. എറണാകുളത്ത് വന്നാലും നമുക്ക് വീട്ടിലേക്ക് പോരാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ശതാബ്ദി ഉണ്ട്. ഇന്ന് ശതാബ്ദി കയറിയപ്പോൾ ഈ കാര്യം മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭവാൻ്റെ ഇതുകൊണ്ടായിരിക്കാം KSRTC ചെന്നപ്പോൾ ഒരു ബസ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു AC ബസ് ഉണ്ടോ ചോദിച്ചപ്പോൾ AC ബസ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് പോകാനാണ്? ഞാൻ പിന്നെ എറണാകുളത്തേക്ക് പോകാനാണ്. അപ്പോൾ ഈ ബസ് ആളുടെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കണ്ടക്ടർ അവിടെ നിൽക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്നാ കൊച്ചിനെ കൊണ്ടുകൊണ്ടായിരിക്കും. പുള്ളി വിളിച്ചു പറഞ്ഞു, ബസ് നിർത്താൻ മൈക്കിൽ വിളിച്ചു പറഞ്ഞു. ആ ബസ് നിർത്തി. ഇങ്ങനെ ബസ്സിൽ കയറി മറ്റേ തൃശ്ശൂർ വന്ന് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ബസ് ഇപ്പോൾ എടുക്കും. ട്രെയിനും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ മുന്നേ ഓടി കയറാം ട്രെയിനൊക്കെ എന്ന് പറഞ്ഞു. ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. ട്രെയിനൊക്കെ കയറി. ട്രെയിനൊക്കെ ചെന്ന് ടീച്ചർ മുമ്പിലാണ് ചെയ്ത് വിട്ടത്. ടീച്ചറെ കണ്ട് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. എറണാകുളത്തുനിന്ന് ടിക്കറ്റ് ഉണ്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ് സംഭവിച്ചത്. കൊച്ചുണ്ട്. കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് കൊച്ചു നോക്കിയിട്ട് പറഞ്ഞ് ഒരാളുടെ ഫൈൻ അടയ്ക്കേണ്ടി വരും. യാത്ര ചെയ്യണമെന്ന് സംഭവിച്ചു. അങ്ങനെ അവിടുന്ന് ഒരാളുടെ ഫൈൻ അടച്ചു. എറണാകുളത്തേക്ക് യാത്ര അവിടുന്ന് ട്രെയിനിൽ പോരാമല്ലോ. ടിക്കറ്റ് നമ്പറുണ്ട്. ഞാൻ കൃത്യം 5:30 ആയപ്പോൾ തിരിച്ച് ചേർത്തല വന്നു. 5:30 6 മണിയായപ്പോൾ ചേർത്തല വന്നു. ഭഗവാന്റെ ഓരോ ലീലാലസങ്ങളെ. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു ആ ട്രെയിൻ യാത്ര. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഭഗവാനെ കാണാൻ പോയതും എല്ലാം നല്ല ഇതായിരുന്നു. ഇന്ന് ഒറ്റയ്ക്കിരുന്നപ്പോൾ ഇതൊക്കെ മനസ്സിൽ വന്നു.